നമസ്കാരം, ഫെങ്ഷുയിലേക്ക് സ്വാഗതം. നാം ഇന്ന് പറഞ്ഞു വരുന്നത് പക്ഷിക്കൂടുകൾ ശിക്ഷ കൂടുകളായി മാറുകയാണ് എന്നുള്ളതാണ്. എന്നാൽ ഫെങ്ഷുയിൽ ലവ് ബേഡ്സിനെ നമ്മൾ വളർത്താറുണ്ട്. കാരണം അതിന് പറന്നു പോകാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണ് അതിനെ നമ്മൾ വളർത്താറുള്ളത്. അതുപോലെ തന്നെ മറ്റു പക്ഷികളെ കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല, കാരണം അത് ജയിലറയാണല്ലോ. എന്നാൽ ഇന്നിപ്പോൾ പലർക്കും ഒരു സംശയമുള്ളത് പക്ഷിക്കൂട് ഏത് ഭാഗത്താണ് വയ്ക്കുവാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്നാണ്. എന്നാൽ പക്ഷിക്കൂട് നമുക്ക് ഒരു കാരണവശാലും കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന വീടിൻ്റെ മുൻവശത്തായിട്ട് പക്ഷിക്കൂട് ഇരിക്കാൻ പാടില്ല. കാരണം ആ പക്ഷിയുടെ കാഷ്ടം, അതുപോലെ തന്നെ തൂവലുകൾ ആ വീട്ടിലുള്ള പലർക്കും അലർജി ഉണ്ടാകാനുള്ള സാധ്യതയും പിന്നെ പക്ഷിപ്പനി അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ മുൻവശത്ത് വയ്ക്കാൻ പാടില്ല. കിഴക്കോട്ട് നോക്കിയുള്ള വീട്ടിലാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പക്ഷിക്കൂട് സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെയധികം ദുരിതങ്ങൾ മാത്രമേ സമ്മാനിക്കൂ. കാരണം വളരെയധികം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളതാണ്. നിസ്സാര കാര്യത്തിനകത്ത് പോലും ഫെങ്ഷുയുടെ കാഴ്ചപ്പാട് വളരെയധികം വിദൂരമായിട്ടുള്ള രീതിയിലാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് പക്ഷിക്കൂടുള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതിനോട് ഒരുപാട് കമ്പമുള്ള ഒത്തിരി പേർ ഉണ്ട്. ആ ഒത്തിരി പേരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ വളർത്തു പക്ഷികൾ നമുക്ക് ഒരു ഉപദ്രവകാരിയായി മാറാൻ പാടില്ല. ഓമന മൃഗങ്ങളെ വളർത്തുമ്പോൾ അതിൻ്റേതായ ദിശകളും അതിനോട് പെരുമാറേണ്ട രീതികളും ഒക്കെ ശ്രദ്ധിച്ചു വേണം ഈ കാലത്ത് നാം മുന്നോട്ട് പോകേണ്ടത്.